മക്കളെ ഈ ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യണ മിസ്റ്റർ വർക്കിയുടെ വീട് അറിയാം? അവിടെ അടുത്ത് തന്നെയാ. അല്ല നിങ്ങൾ പറഞ്ഞ അല്ല, നമ്മൾ കല്യാണ കേസായിട്ട് വന്നതാ. ഈ വർക്കിയുടെ മകനില്ലേ, അതാണ് പയ്യൻ. വർക്കിയുടെ മോൻ ചെറിയ പയ്യനല്ലേ? എടാ അവനൊക്കെ കല്യാണ പ്രായം എവിടാ? അതിനെന്താ, അവന് സർക്കാർ ജോലിയല്ലേ. കിളവ് മോളെ സർക്കാർ ജോലിക്കാരെ മാത്രമേ കെട്ടിച്ചു കൊടുക്കുള്ളൂ. 10-15 വയസ്സായി. നമ്മളെ പിന്നെ ഊഞ്ഞാട് നിൽക്കണല്ലേ. ഒരു പെങ്കൊച്ചിന്റെ ജീവിത പ്രശ്നം പറയാണ്. ഈ മാതിരി അഴുക്ക ചെറുക്കൻ നമ്മുടെ ഈ പ്രദേശത്ത് ഒരു സ്ഥലത്തും ഇല്ല. അഴുക്കച്ചക്കനോ? ആ അഴുക്കച്ചക്കൻ ഈ തന്തേനും തള്ളം തല്ലൊക്കെ വേറെ എന്ത് പറയാനാ? നീ മിണ്ടായിരുന്നു വിഷ്ണു. ഇവൻ പറയുന്നത് നല്ല ശരിക്കും കാര്യങ്ങള്. വല്ലപ്പോഴും കുടിച്ചിട്ട് വന്ന മാത്രം അപ്പനെ അമ്മേനെ എടുത്ത് അടിക്കും. അതിപ്പോ മദ്യത്തിന്റെ പുറത്തല്ല എങ്ങനെ ചെക്കനെ കുറ്റം പറയാൻ പറഞ്ഞത്. പക്ഷെ കുടിച്ചില്ലെങ്കിൽ ഇത്ര നല്ല ചെക്കൻ ഈ നാട്ടിൽ വേറെ ഇല്ല. ഭർത്താവേ, എന്തൊക്കെ ഈ കേക്കണേ? പറയുമ്പോ എല്ലാം പറഞ്ഞല്ലോ. ചെറുക്കന് സ്ത്രീ വിഷയത്തിലിടല്ലോ അത്ര വെടിപ്പല്ല. നീ എന്നെ ഈ പറഞ്ഞത് അതന്നാ പത്രത്തില് ഫോട്ടോ വന്നതിന് ശേഷം ആളിപ്പോ ഡീസന്റാ. പത്രത്തിൽ ഫോട്ടോ വന്നു. അത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടീനെ പ്രണയം നടിച്ച് പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു കേസ്. അതിന്റെ കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിധി നമുക്ക് അനുകൂലമായിട്ട് വരുന്നതാണ് വക്കീല് പറഞ്ഞത്. ഡാഡി, ഇത് നമുക്ക് പറ്റിയ ബന്ധമല്ല. മോനെ, നീ വണ്ടി എടുക്ക. ഈ ചെക്കന്റെ പെങ്ങന്മാര് വേര് ചാടിയ ഒരു കഥ കൂടെ ഉണ്ട്. അത് കേട്ടുക്കോ. മതി 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 മതി. എന്റെ പൊന്നോ, ഇതിനും വേറെ എന്റെ മോളെ കടലിൽ കെട്ടി താത്തരാ. എടാ വണ്ടി എടുക്കടാ. ആശ്വാസായി. അതെ, ജീവിതത്തിൽ ഇന്നും ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റി. നമ്മൾ 90 കിഡ്സ് ഒക്കെ ചത്തൊടുങ്ങിയിട്ട് മതി ഈ 2K കിഡ്സ് ഒക്കെ ഉണ്ടാക്കല്. അതെ, പിന്നെ നമ്മളിവിടെ എന്തിനാ ദീപാവലിക്ക് വാണം ഇടാനാ?